നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം സ്പെയിനോട് പരാജയപ്പെട്ട കളിയിൽ തിബോട്ട് കോർട്ടുവയെ പരിക്കേറ്റ് കോച്ച് പിൻവലിച്ചത് അതിനിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയത്. കളിയുടെ 71-ാമത്തെ മിനിറ്റിലാണ് കോർട്ടുവയ്ക്ക് പകരം സെനെ ലെമൻസിനെ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടത്. പിന്നീട് ലെമൻസിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് സ്പെയിനിൻ്റെ വിജയ ഗോൾ പിറക്കുന്നതും. സ്വാഭാവികമായിട്ടും ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ കളി മറ്റൊന്നാകുമായിരുന്നേനെ എന്ന് വിശ്വസിക്കുന്ന ബെൽജിയൻ ആരാധകരുണ്ട്. ഏതായാലും തിബോട്ട് കോർട്ടുവ ഇപ്പോൾ കളിക്ക് ശേഷം പറയുന്നു താൻ കളിക്കളത്തിൽ തുടരാൻ തയ്യാറായിരുന്നു, പക്ഷേ കോച്ചാണ് തന്നെ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് എന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. കോർട്ടുവ പറയുന്നു, ശരിയാണ്, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അത് ശരിയാണ്, പക്ഷേ എനിക്ക് കളി തുടരണം എന്നുണ്ടായിരുന്നു. എനിക്ക് സേവുകൾ നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് ഫീലിംഗ് ഗുഡ് ടു മേക്ക് സേവ്സ്. ആകെ പ്രശ്നമുണ്ടായിരുന്നത് ലോങ് ഷോട്ടുകൾ എടുക്കാൻ മാത്രമാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലാതെ സേവ് ചെയ്യാനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോച്ചാണ് തീരുമാനിച്ചത് എന്നെ പിൻവലിക്കണമെന്ന്. കോച്ച് വിചാരിച്ചത് 100% ഫിറ്റായ കളിക്കാരനെ അവിടെ ഗോൾ കീപ്പിങ്ങിൽ ഇറക്കണമെന്നാണ്. അങ്ങനെയാണ് എന്നെ പിൻവലിച്ചത്, അത് കോച്ചിൻ്റെ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ കോർട്ട് പറഞ്ഞത്. ചുരുക്കത്തിൽ അദ്ദേഹം കളി തുടരാൻ തയ്യാറായിരുന്നു. സേവുകൾ നടത്താനൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പ്രശ്നമുണ്ടായിരുന്ന ലോങ് ഷോട്ടുകൾ എടുക്കുമ്പോൾ ആ മസിൽ പെയിൻ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഡിഫൻഡർമാരെ കൊണ്ടൊക്കെ എടുപ്പിക്കാവുന്നതായിരുന്നു. പക്ഷേ കോച്ച് തീരുമാനിച്ചത് എന്താ? അങ്ങനെ വേണ്ട, 100% ഫിറ്റായ കളിക്കാരനെ ഇറക്കാമെന്ന് തീരുമാനിച്ചു. എന്തായാലും ആ തീരുമാനം യഥാർത്ഥത്തിൽ ബെൽജിയത്തിന് തിരിച്ചടിയായി മാറുകയായിരുന്നു എന്ന് പിന്നീടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.